അനുഗ്രഹീതയായ സഹോദരി അവളുടെ സാക്ഷ്യം ഇങ്ങനെയാണ് പങ്കുവയ്ക്കുന്നത്. സിംഗപ്പൂരിൽ അവൾ ഒരു നേഴ്സായി ജോലി ചെയ്യുകയാണ്. ഈ സഹോദരി ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വിശ്രമ സ്ഥലത്തേക്ക് മടങ്ങാൻ വഴി ക്രോസ് ചെയ്യുന്ന സമയം എതിർവശത്തൂടെ പാഞ്ഞു വന്ന ഒരു കാറ് അവളെ ഇടിച്ചു തെറിപ്പിച്ചു. ഇടിയേറ്റ് തെറിച്ചു വീണ അവൾ ഹോസ്പിറ്റലിലേക്ക് സ്ട്രെച്ചറിൽ മടങ്ങിച്ചെന്ന് നിരവധി ഓപ്പറേഷനുകൾക്ക് വിധേയമായി. 18ഓളം ഓപ്പറേഷനുകൾ നടന്നു. ആ നിലകളിൽ ശരീരം തകർന്നു പോയി. എന്തിന്? ദൈവത്തിന് സ്തോത്രം. അവസാനമായി അവൾ നാട്ടിലെത്തി. അതികലശലായ തലവേദന കൊണ്ട് തല കീറിപ്പോകുന്നത് പോലെയുള്ള പ്രതീതി അവൾക്ക് തോന്നുകയാണ്. സാധാരണ വിധത്തിൽ സഹിക്കാൻ കഴിയാതെ വരുമ്പോൾ എഴുന്നേറ്റ് ജനനഴിയിൽ പിടിച്ച് താഴേക്ക് തൂങ്ങി നിന്ന് അവൾ കടിച്ചു പിടിച്ച് ആ വേദന സഹിക്കുമായിരുന്നു. അന്നൊരിക്കൽ ജോൺ ഓസ്റ്റിൻ എന്നൊരു കർത്തൃദാസൻ പ്രസംഗിക്കുമ്പോൾ പ്രസംഗ ഗ്രൗണ്ടിലേക്ക് ഈ സഹോദരി എത്തി. അവിടെ ഒരു വചനം ഇങ്ങനെ ഉയർന്നു. ആ വചനം ഇതാണ്: അവൻ്റെ അടിപ്പിണരുകളാൽ നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് നീ വിശ്വസിച്ചാൽ നിന്റെ ശരീരത്തിൽ കത്തി തൊടാതെ ആ ശസ്ത്രക്രിയ നടക്കും. വിശ്വസിക്കാൻ വ്യക്തികളുണ്ടെങ്കിൽ നിന്നെ സൗഖ്യമാക്കാൻ കഴിവുള്ള യേശുവിൻ്റെ കരം ഇതിനകത്ത് ഉയരുന്നുണ്ട്. അവളുടെ മുറിവുള്ള ഭാഗത്ത്, പഴയ സ്റ്റിച്ചിട്ട തടിച്ച ഭാഗത്ത്, അവളുടെ നെറ്റിത്തടത്തോട് ചേർന്നുള്ള ഭാഗത്ത് അതിവേദന അനുഭവിക്കുന്ന തലവേദനയിൽ കൈവച്ച് അവൾ പ്രാർത്ഥിച്ചു: അവൻ്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു, അവൻ്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അവൾ ഇത് പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് പോയി. രാത്രിയിൽ വീട്ടിൽ ഗാഠമായി ഉറങ്ങുമ്പോൾ അറിയാതെ ആ പഴയ സ്റ്റിച്ചസിന്റെ തടിപ്പിൽ ചൊറിയാൻ തുടങ്ങി. ആ ചൊറിച്ചിലിൽ ബ്ലീഡ് ചെയ്യുന്നത് പോലെ തോന്നി. അവളുടെ കയ്യിൽ എന്തോ തടയുന്നത് പോലെ അവൾക്ക് അനുഭവപ്പെട്ടു. അവൾ എഴുന്നേറ്റ് കണ്ണാടിയിലേക്ക് നോക്കിയപ്പോൾ തലയ്ക്കകത്ത് കയറിപ്പോയ ഒരു ഗ്ലാസ് കഷണം കത്തി തൊടാതെ സർവശക്തൻ പുറത്തെടുത്ത് അത് പുറത്ത് വന്ന് നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. പിന്നൊരിക്കലും ആ തലവേദന അവളെ അലട്ടിയിട്ടില്ല. ഇന്ന് രാത്രി പറയട്ടെ, ആ ശസ്ത്രക്രിയാ വിദഗ്ധൻ ഇന്ന് രാത്രി ഈ യോഗത്തിലെത്തിയിട്ടുണ്ട്. ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ നിന്റെ രോഗത്തെ അഴിച്ചെടുക്കാൻ യേശുവിന് ശക്തി